ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ഓം ശ്രീ ലളിതാദേവ്യൈ നമഃ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 95 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. 95 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 458 വരെയുള്ള നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 96 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകം വായിക്കാം. സുമുഖീ നളിനീ സുഭ്രൂഹു ശോഭനാസുരനായിക കാളകണ്ഠീ കാന്തിമതി ക്ഷോഭിണീ സൂക്ഷ്മരൂപിണീ വജ്രേശ്വരീ വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരീ സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയാ രക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രഹരണ വദനൈകസമന്വിത പായസാന്നപ്രിയ ത്വക്സ്ഥ പശുലോകഭയങ്കരീ അമൃതാദിമഹാശക്തിസംവൃത ഡാകിനീശ്വരീ അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര രുധിരസംസ്ഥിത. അതായത് ആദ്യത്തെ ശ്ലോകം 9 നാമങ്ങൾ. സുമുഖി, നളിനി, സുഭ്രൂഹു, ശോഭന, സുരനായിക, കാളകണ്ഠി, കാന്തിമതി, ക്ഷോഭിണി, സൂക്ഷ്മരൂപിണി. 9 നാമങ്ങൾ 96ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമ്മൾക്കതിൻ്റെ ഓരോ വാക്കെടുത്തിട്ട് അർത്ഥം നോക്കാം. അതായത് സുമുഖി എന്ന് പറഞ്ഞാൽ നല്ല മുഖമുള്ളവൾ, നല്ല സുഷ്ടുവായ മുഖമുള്ളവൾ. ഇനി സുഷ്ടു എന്നൊക്കെ പറഞ്ഞാലോ പ്രകാശമുള്ളത്, മനോഹരമായത്, പിന്നെ നല്ല തേജസ്സുള്ളത് എന്നൊക്കെ അർത്ഥം. അപ്പം നല്ല മുഖത്തോടു കൂടിയവൾ, നല്ല സുഷ്ടുവായ മുഖത്തോടു കൂടിയവൾ, നല്ല ബ്രഹ്മ തേജസ്സുള്ളവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം നളിനി. നളിനി എന്ന് പറഞ്ഞാൽ നളിനം താമരയാണ്. നളിനി എന്ന് പറഞ്ഞാൽ താമരയെന്നും ഗംഗയെന്നും പിന്നെ അതായത് ദേവിയുടെ ഒരു വിഭൂതിയാണ് ഈ ഗംഗ. പിന്നെ താമരയുടെ എല്ലാ ഗുണങ്ങളോടും കൂടിയവൾ എന്നും എടുക്കാം. അതുമല്ലെങ്കിൽ താമര പോലെ രൂപഭംഗിയുള്ളവൾ എന്നും എടുക്കാം. പിന്നെ താമര പൊയ്ക എന്നും പറയാം. ഇതെല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് നളിനി ദേവിയുടെ ഒരു പര്യായമാണ് നളിനി. ഇനി അടുത്ത നാമം സുഭ്രൂഹു. ഒരു ഭ്രൂ എന്ന് പറഞ്ഞാൽ ഒരു പുരികം. ഇവിടെ ഭ്രൂഹു എന്ന് പറഞ്ഞിരിക്കുന്നു, 2 പുരികങ്ങൾ. അപ്പം സുഭ്രൂഹു എന്ന് പറഞ്ഞാലോ 2 നല്ല സുന്ദരമായ പുരികക്കൊടികൾ. അപ്പം നല്ല സുന്ദരമായ 2 പുരികക്കൊടികളോട് കൂടിയവൾ എന്നർത്ഥം. അടുത്ത നാമം സുരനായിക. സുരന്മാർ ദേവന്മാരാണ്. അപ്പം ദേവന്മാരുടെ നായിക അല്ലെങ്കിൽ ദേവന്മാരെ നയിക്കുന്നവൾ.
ദേവന്മാർ സുരന്മാർ ദേവന്മാർ. അപ്പോൾ ദേവന്മാരെ ഭരിക്കുന്നവളെന്നും ദേവന്മാരെ നയിക്കുന്നവളെന്നും ദേവന്മാരുടെ സുരന്മാരുടെ നായികയായിരിക്കുന്നവളെന്നും ഒക്കെ അർത്ഥം. രാജരാജേശ്വരി എന്ന ദേവിക്ക് പേര്. അപ്പോൾ അതിൽ നിന്ന് ദേവി നായികയാണെന്നുള്ളത് മനസ്സിലായി. രാജരാജേശ്വരി, രാജരാജന്മാരുടെ ഒക്കെ ഈശ്വരി, അവരെ എല്ലാം ഭരിക്കുന്നത് ദേവിയാണ്. സുരനായിക. അടുത്ത നാമം കാളകണ്ഠി. കാളം എന്നൊക്കെ പറഞ്ഞാൽ ലായും തമ്മിൽ ഭേദമില്ല. അപ്പം കാളകണ്ഠി എന്ന് പറഞ്ഞാൽ കാളം കറുത്തത് അല്ലേ, കറുത്ത കഴുത്തോട് കൂടിയവൾ കാളകണ്ഠി. നമ്മൾ കാളി എന്ന് പറഞ്ഞാൽ മഹാകാളി അല്ലേ, കറുത്തവൾ. പിന്നെ കറുത്ത കഴുത്തോട് കൂടിയവളെന്നും. പിന്നെ കാളകണ്ഠൻ മഹാദേവനാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ കാളകണ്ഠൻ നീലകണ്ഠനൊക്കെ ആയത്? പിന്നെ പാലാഴി കടഞ്ഞപ്പം അതിൽ നമ്മളുടെ വാസുകിയുടെ വിഷം ഇതായപ്പം അത് മുഴുവനും കുടിക്കാൻ നോക്കി അല്ലേ, ലോകരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അത് കുടിച്ചു, കഴുത്തിൻ്റെ അവിടെ വന്നു നിന്നു. അപ്പോൾ ഭഗവാന്റെ കഴുത്ത് നീല നിറമുള്ളതായി. കാളം കറുത്തതെന്നും നീലേന്നും ഒക്കെ അർത്ഥം. അപ്പം ആ കാളകണ്ഠൻ്റെ പത്നി ആയതുകൊണ്ട് കാളകണ്ഠി എന്ന് ദേവിക്ക് പേര്, കാളകണ്ഠി. ഇനി അടുത്ത നാമം കാന്തിമതി. കാന്തി സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യത്തോട് കൂടിയവൾ, അല്ലെങ്കിൽ കാന്തി സൗന്ദര്യം, മതി ബുദ്ധി, നല്ല സൗന്ദര്യമുള്ള ബുദ്ധിയോട് കൂടിയവളെന്നും പറയാം. ഇവിടെ മതി എന്നുള്ള കാന്തിമതി എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തോടു കൂടിയവൾ, ശോഭയോടു കൂടിയ നല്ല സൗന്ദര്യമുള്ളവൾ, നല്ല സുന്ദരിയായവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം ക്ഷോഭിണി. ക്ഷോഭിപ്പിക്കുന്നവൾ. അതായത് ക്ഷോഭിപ്പിക്കുക എന്നിവിടെ പറഞ്ഞാൽ പ്രചോദനം കൊടുക്കുക, പ്രേരിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അതായത് പ്രപഞ്ച നിർമ്മിതി സമയത്ത് ഭഗവാന്മാരെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒക്കെ സഹായിക്കുന്നത് ദേവിയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യാനായിട്ട് ദേവി സഹായിക്കുന്നു, വിഷ്ണുവിനെ പരിപാലനം ചെയ്യാൻ സഹായിക്കുന്നു, രുദ്രനെ സംഹരിക്കുന്നതിലും സഹായിക്കുന്നു. അപ്പം ക്ഷോഭിണി എന്ന് ദേവിക്ക് പേര്. അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരവരെ സഹായിക്കുന്നതുകൊണ്ട് ക്ഷോഭിണി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം സൂക്ഷ്മരൂപിണി. സൂക്ഷ്മമായ രൂപത്തോടു കൂടിയവൾ. സൂക്ഷ്മമായ രൂപം, സ്ഥൂല രൂപമല്ല, സൂക്ഷ്മ രൂപം. അപ്പോൾ ഈ ശ്ലോകത്തിൽ സുമുഖി, സുഷ്ടുവായ മുഖത്തോടു കൂടിയവൾ, നളിനി താമര. പിന്നെ ഗംഗയ്ക്കും നളിനി എന്ന് പേരുണ്ട്. പിന്നെ താമരയുടെ എല്ലാ ഗുണങ്ങളോടും കൂടിയവളെന്നും ദേവിക്ക് പറയാം. താമര പോലെ രൂപഭംഗിയുള്ളവളെന്നും എടുക്കാം. പിന്നെ താമര പൊയ്കയെയും നളിനി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ദേവി നളിനി. അടുത്തത് സുബ്രൂഹു. നല്ല സുന്ദരമായ പുരികക്കൊടികളോട് കൂടിയവൾ, ശോഭന. സൗന്ദര്യമുള്ളവൾ, ശോഭയോട് കൂടിയവൾ എന്നർത്ഥം. സുരനായിക. ദേവന്മാരുടെയൊക്കെ നായികയായിരിക്കുന്നവൾ, സുരന്മാരെ നയിക്കുന്നവൾ, രാജരാജേശ്വരി എന്ന് ഒറ്റവാക്കിൽ. കാളകണ്ഠി. കറുത്ത കഴുത്തോടു കൂടിയവൾ, കാളകണ്ഠൻ്റെ പത്നിയായവൾ. കാന്തിമതി. സൗന്ദര്യത്തോടു കൂടിയവൾ, ശോഭയുള്ളവൾ, ശോഭയോടു കൂടിയവൾ എന്നൊക്കെ അർത്ഥം. ക്ഷോഭിണി. ശോഭിപ്പിക്കുന്നവൾ, പ്രപഞ്ചം നിർമ്മിക്കുന്നതിൽ പ്രേരിപ്പിക്കുന്നു, പ്രചോദനം കൊടുക്കുന്നു. അതുകൊണ്ട് ക്ഷോഭിണി എന്നു പേര്. സൂക്ഷ്മരൂപിണി. സൂക്ഷ്മമായ സ്വരൂപത്തോടു കൂടിയവൾ. അപ്പോൾ ഈ ശ്ലോകം സുമുഖി നളിനി സുഭ്രൂഹു ശോഭന സുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി. അടുത്ത ശ്ലോകം വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സൃഷ്ടിക് സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി. അതായത് വജ്രേശ്വരി 7 നാമങ്ങളുണ്ട്. വജ്രേശ്വരി, വാമദേവി, വയോവസ്ഥാ വിവർജിത, സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ, യശസ്വിനി. 7 നാമങ്ങൾ.
അതിൽ ആദ്യത്തെ നാമം വജ്രേശ്വരി. വജ്രേശ്വരി എന്ന് പറഞ്ഞാൽ വജ്ര എന്ന പേരിൽ ശ്രീപുരത്ത് ദേവിയുടെ വാസസ്ഥാനത്ത്, അതായത് ആ സാലവനത്തിലാണ് ഈ ശ്രീപുരം എന്ന സ്ഥാനത്ത് 11-ാമത്തെയും 12-ാമത്തെയും സാലമരങ്ങളുടെ ഇടയിൽ കൂടി ഒഴുകുന്ന ഒരു നദി. ആ നദിയുടെ പേര് വജ്ര എന്ന്. അപ്പോൾ ആ വജ്ര നദീ തീരത്ത്, അല്ലെങ്കിൽ ആ വജ്ര നദിയുടെ ഈശ്വരിയായ ദേവിയുടെ തന്നെ വിഭൂതിയായിരിക്കുന്നു ആ ദേവിയെ സ്തുതിച്ചുകൊണ്ട്. അതുകൊണ്ട് ദേവിക്ക് പേര് വജ്രേശ്വരി. പിന്നെ ഈ വജ്ര നദിയുടെ തീരത്ത് വെച്ച് ഒരു പ്രാവശ്യം ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ദ്രൻ്റെ വജ്രായുധം നഷ്ടപ്പെട്ടു നദിയിൽ. അത് ദേവി മുങ്ങിയെടുത്ത് കൊടുത്തു. അപ്പം അതുകൊണ്ട് ഇന്ദ്രൻ നല്ല സന്തുഷ്ടനായി ആ ദേവിക്ക് വജ്രേശ്വരി എന്നൊരു പേരും കൊടുത്തു. അങ്ങനെ അതുകൊണ്ടും ദേവിക്ക് വജ്രേശ്വരി എന്ന പേര്, ഇന്ദ്രന് വജ്രായുധം കൊടുത്തത് കൊണ്ട്. പിന്നെ വജ്രാനദിക്ക് അധിപയായിരിക്കുന്നത് കൊണ്ടും ഒക്കെ ദേവിക്ക് വജ്രേശ്വരി എന്ന പേര്. അടുത്ത നാമം വാമദേവി. വാമദേവൻ മഹാദേവനാണ്. അപ്പോൾ വാമദേവൻ്റെ പത്നി ആയതുകൊണ്ട് വാമദേവി എന്ന്, വാമേശ്വര പത്നി. അതുകൊണ്ട് ദേവിക്ക് വാമദേവി എന്ന് പേര്. ഇനി മഹാദേവൻ 5 മുഖമുണ്ട് മഹാദേവന്. അപ്പം കിഴക്കോട്ട് ഒരു മുഖം, പടിഞ്ഞാറ് വേറൊരു മുഖം, വടക്കോട്ട് വേറൊരു മുഖം, തെക്കോട്ട് വേറെ മുഖം. അപ്പോൾ അതിൽ കിഴക്കോട്ടുള്ള മുഖം ഈശ്വരൻ എന്ന മുഖമാണ് കിഴക്കോട്ടുള്ളത്. പടിഞ്ഞാട്ടുള്ളത് അഘോരൻ എന്ന മുഖം. ഇനി തെക്കോട്ട് തൽപുരുഷൻ എന്ന മുഖം, തൽപുരുഷൻ. ഇനി വടക്കോട്ട് വാമദേവൻ എന്ന മുഖം, വടക്കോട്ട്. പിന്നെ മുകളിലോട്ട് സദ്യോജാതൻ എന്നും. അങ്ങനെ 7 അല്ലേ? എത്ര മുഖങ്ങളുണ്ട്? 5 മുഖങ്ങൾ, ശരിയാ. കിഴക്കോട്ട് ഈശ്വരൻ എന്നും, പടിഞ്ഞാറ് അഘോരൻ എന്നും, തെക്കോട്ട് തൽപുരുഷൻ എന്നും, വടക്കോട്ട് വാമദേവൻ എന്നും, മുകളിലോട്ട് സദ്യോജാതൻ എന്നും ഭഗവാന്റെ മുഖങ്ങൾ, 5 മുഖങ്ങൾ. അപ്പോൾ ആ വാമദേവൻ എന്ന മുഖം ഭഗവാനുണ്ട്. അപ്പോൾ വാമദേവൻ എന്ന് ഭഗവാന് പേര്. അങ്ങനെയാണ് വാമദേവൻ എന്ന് പേര് വന്നത്. അപ്പോൾ ആ വാമദേവൻ്റെ പത്നി ആയതുകൊണ്ട് ദേവിക്ക് വാമദേവി എന്ന് പേര് വന്നു എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി വാമാചാരമനുസരിച്ച് പൂജ ചെയ്യുന്നു, അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് വാമദേവി എന്നും പേരുണ്ട്. പിന്നെ വാമ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, സുന്ദരി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ സൗന്ദര്യമുള്ളവളാണ്, ആരാധിക്കപ്പെടേണ്ടവളാണ്. അതൊക്കെ കൊണ്ട് ദേവിക്ക് വാമദേവി എന്നുള്ള പേര് അന്വർത്ഥമാണ്. അടുത്ത നാമം അവസ്ഥാവിവർജിത. വയഹ എന്ന് പറഞ്ഞാൽ വയസ്സ്. വയസ്സിൻ്റെ പല അവസ്ഥകൾ വിവർജിതയായിരിക്കുന്നവൾ. അതായത് നമ്മൾക്ക് മനുഷ്യർക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ് അല്ലേ അവസ്ഥകളുണ്ട് നമ്മളുടെ വയസ്സിന്. അല്ലെ 5 വയസ്സ് വരെയൊക്കെ ബാല്യപ്രായം, അത് കഴിയുമ്പോൾ കൗമാരപ്രായം, പിന്നെ കുറച്ച് വലുതായി ഒരു 15 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ യൗവനപ്രായം, പിന്നെ കുറച്ച് 50 വയസ്സൊക്കെ കഴിയുമ്പോൾ വാർദ്ധക്യം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ദേവി ഈ അവസ്ഥകളെല്ലാം വർജിച്ചിരിക്കുന്നത് കൊണ്ട് അവസ്ഥാവിവർജിത, ഈ അവസ്ഥകളെല്ലാം വർജിച്ചിരിക്കുന്നവൾ എന്നർത്ഥത്തിൽ. അതായത് ദേവി അതൊന്നും ബാധിക്കുന്നില്ല. ദേവി നിത്യയൗവനയാണ്. അതുകൊണ്ട് ദേവിക്ക് വയസ്സിൻ്റെ പരിണാമമൊന്നുമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് വയോവസ്ഥാവിവർജിത എന്ന് പേര്.
പിന്നെ കാലങ്ങളും ദേവി കാലങ്ങൾക്കും അതീതയാണ്. കാലം ദേവിയുടെ തന്നെ വിഭൂതിയാണ്. അപ്പം അതുകൊണ്ടൊക്കെ ഇത് ചില ക്ഷേത്രങ്ങളിലൊക്കെ ബാലാഭാവത്തിലൊക്കെ ദേവിയെ പൂജിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ചിലയിടത്ത് മുത്തശ്ശി രൂപത്തിൽ ഒക്കെ. അപ്പോൾ ദേവിയുടെ വയസ്സിനെ ദേവി വർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് വയോവസ്ഥാവ് വർജിത. അടുത്ത നാമം സിദ്ധേശ്വരി. സിദ്ധികൾ, അഷ്ടസിദ്ധികൾ. എന്തൊക്കെയാണ് അഷ്ടസിദ്ധികൾ? അണിമ, ലഘിമ, ഗരിമ, പിന്നെ മഹിമ, ഈശിത്വം, വശിത്വം, പ്രാകാമ്യം. ഇതൊക്കെയാണ് 8 സിദ്ധികൾ. ഈ 8 സിദ്ധികളും ദേവിക്കുണ്ട്. അതുകൊണ്ട് ദേവിക്ക് സിദ്ധേശ്വരി എന്ന് പേര്. ഈ 8 സിദ്ധികൾ മുതലായ ഈ സിദ്ധികൾക്കൊക്കെ ഓരോ ദേവിമാരും ഉണ്ടല്ലേ, അതെല്ലാം കൊടുക്കുന്നതും ദേവി തന്നെയാണ്. അപ്പം ഈ സിദ്ധന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നതും ദേവിയാണ്, സിദ്ധന്മാരുടെയൊക്കെ രക്ഷകയും ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് സിദ്ധേശ്വരി എന്ന പേര്. അടുത്ത നാമം സിദ്ധവിദ്യ. ഉപാസകർക്ക് ദേവിയെ പ്രത്യക്ഷീകരിക്കാൻ, അല്ലെങ്കിൽ ദേവിയും ആയിട്ട് ദേവിയെ കാണാൻ വേണ്ടി, അല്ലെ പ്രത്യക്ഷമായിട്ട് ദേവിയെ ദർശിക്കാൻ വേണ്ടി പറ്റുന്ന വിദ്യയാണ് ഈ ശ്രീവിദ്യ, പഞ്ചദശാക്ഷരി തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ. അപ്പം ഈ വിദ്യകളെല്ലാം ഈ മന്ത്ര ഉപാസന കൊണ്ട് സിദ്ധിക്കുന്നതായതുകൊണ്ട് സിദ്ധവിദ്യ എന്ന് ഈ ദേവിയുടെ ഉപാസനാ രീതികൾക്ക് പേര്. അപ്പം ഏതൊക്കെ ദേവിയുടെ എല്ലാ ഉപാസകരും പലവിധ മന്ത്ര ഉപാസനകൾ ചെയ്തിട്ടാണ് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. ആ ഉപാസനകളെല്ലാം മന്ത്രങ്ങളാൽ കിട്ടുന്നത് കൊണ്ട് ആ വിദ്യയ്ക്കൊക്കെ സിദ്ധവിദ്യ എന്ന് പേര്. അടുത്ത നാമം സിദ്ധമാത. സിദ്ധമാത, ഈ സിദ്ധികളുടെ എല്ലാം മാതാവ് ദേവിയാണ്. സിദ്ധന്മാരുടെ മാതാവായിരിക്കുന്നവൾ. എങ്ങനെയാണോ ഒരമ്മ മക്കളെ സംരക്ഷിക്കുന്ന, അതുപോലെ സിദ്ധന്മാരെ രക്ഷിക്കുന്നു. സിദ്ധന്മാർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് സിദ്ധമാതാ എന്നു പേര്. അടുത്ത നാമം യശസ്വിനി. യശസ്, വീര്യം. യശസ് എന്ന് പറഞ്ഞാൽ കീർത്തി അല്ലേ? അപ്പം വീര്യം, യശസ് ഒക്കെ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദേവി യശസ്സുള്ളവളാണ്, യശസ്വിനിയാണ്. അതുകൊണ്ട് ദേവിക്ക് പേര് യശസ്വിനി. ഇനി ദേവിയുടെ കാരുണ്യം, പ്രഭാവമൊക്കെ കൊണ്ട് യശസ് തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാർക്കും ദേവി യശസ്സിനെ കൊടുത്ത് സംരക്ഷിക്കുന്നു. അപ്പോൾ ആ ദേവിയുടെ ഭക്തന്മാരും യശസ്വികളായി മാറുന്നു എന്നർത്ഥം. അതുകൊണ്ട് ദേവി യശസ്വിനി. അപ്പോൾ ഈ ശ്ലോകത്തിൽ വജ്രേശ്വരി, വജ്രം എന്ന നദിയുടെ ഈശ്വരി ആയതുകൊണ്ട് വജ്രേശ്വരി, അല്ലെങ്കിൽ ശ്രീപുരം എന്ന വാസസ്ഥാനത്ത് ഉള്ള നദിയുടെ ഈശ്വരിയായിരിക്കുന്നത് കൊണ്ട് വജ്രേശ്വരി. പിന്നെ വാമദേവൻ മഹാദേവനായതുകൊണ്ട് മഹാദേവൻ്റെ പത്നി. വയോവസ്ഥ വിവർജിത, വയസ്സിനെ സംബന്ധിച്ച അവസ്ഥകളെല്ലാം വർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവി വയോവസ്ഥ വിവർജിത. സിദ്ധേശ്വരി, അഷ്ടസിദ്ധികൾക്കെല്ലാം ഈശ്വരിയായിരിക്കുന്നു. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയമിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ 8 സിദ്ധികൾ അണിമ, ലഘിമ, ഗരിമ, മഹിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാമ്യം, ഇതാണ് 8 സിദ്ധികൾ. ഇത് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് അഷ്ടസിദ്ധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേവിക്കും എല്ലാം ഉണ്ട്. അപ്പം ഈ സിദ്ധികൾ എല്ലാം കീഴടക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹവും കൊടുക്കുന്നതും ദേവി തന്നെ, അവരെയൊക്കെ നിയന്ത്രിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് സിദ്ധേശ്വരി എന്ന് പേര്. അഷ്ടസിദ്ധികളെ ഇപ്പം അണിമ, ലഘിമയൊക്കെ എന്ന് പറഞ്ഞാൽ വലുതാവുക, ചെറുതാവുക, പിന്നെ കാണാതെയാവുക, ചിലപ്പം വലിയ രൂപമെടുക്കുക, ചിലപ്പോൾ തീരെ ചെറുതായി വരിക,
ഇങ്ങനെയുള്ള ഓരോ സിദ്ധികളാണ് കൊടുത്തിരിക്കുന്നത്. ആ സിദ്ധികളെല്ലാം ഉള്ളവൾ, 8 സിദ്ധികൾ, സിദ്ധേശ്വരി. ഇനി സിദ്ധവിദ്യ, ഈ ഉപാസകർക്ക്, ദൈവയെ ഉപാസിക്കുന്നവർക്ക് പ്രത്യക്ഷീകരിക്കാൻ പറ്റുന്ന ആ വിദ്യ, പഞ്ചദശാക്ഷരി, ശ്രീവിദ്യ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ദേവിയായതുകൊണ്ട് ആ വിദ്യയ്ക്ക് സിദ്ധവിദ്യ എന്ന് പറയുന്നു. പിന്നെ സിദ്ധമാത, സിദ്ധന്മാരുടെയൊക്കെ അമ്മയായി വർത്തിക്കുന്നു. സിദ്ധന്മാർക്ക് എല്ലാം വേണ്ടതെല്ലാം നൽകി അവരെ രക്ഷിക്കുന്നത് കൊണ്ട് ദേവിക്ക് സിദ്ധമാത എന്ന് പേര്. അടുത്ത നാമം യശസ്വിനി. യശസ്, വീര്യം തുടങ്ങിയവ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താനായിട്ട് അവരെയൊക്കെ പ്രലോഭിപ്പിക്കുകയും പ്രചോദനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ദേവി കാരുണ്യമൊക്കെ ഉള്ളവളാണ്. തന്നെ ഉപാസിക്കുന്നവർക്ക് യശസ്സിനെ കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്നു, യശസ്വിമാരാക്കി മാറ്റുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് യശസ്വിനി. ഇനി ഈ ശ്ലോകം വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി. 7 നാമങ്ങൾ. അടുത്ത ശ്ലോകം വിശുദ്ധിചക്രനിലയാ രക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രകരണ വദനൈകസമന്വിത. വിശുദ്ധിചക്രനിലയാ രക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രകരണ വദനൈകസമന്വിത. ഇതിൽ 5 നാമങ്ങളുണ്ട്. അത് വായിക്കുമ്പം ആദ്യത്തെ നാമം വായിക്കുമ്പോൾ വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ എന്നൊന്നിച്ച് വായിക്കുക. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴോ 2 നാമമാണ് അതിനകത്ത്. വിശുദ്ധി ചക്ര നിലയ എന്നൊരു നാമം, അടുത്ത നാമം ആരക്തവർണ്ണ എന്ന്. അപ്പോൾ പഠിക്കുമ്പം ആരക്തവർണ്ണ എന്ന് പഠിക്കണം, ചൊല്ലുമ്പം രക്തവർണ്ണ എന്ന് വായിക്കണം. കാരണം 32 അക്ഷരത്തിൽ കൂടുതൽ വരാൻ പാടില്ല ഈ ശ്ലോകത്തിൽ. അപ്പം അവിടെ ഒരു ആരക്തവർണ്ണ എന്ന് വന്നാൽ 33 അക്ഷരാകും, വൃത്തത്തിന് ഭംഗം വരും. അനിഷ്ടചന്ദ് വൃത്തമല്ലേ, അതുകൊണ്ട്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ രക്തവർണ്ണ എന്ന് വായിച്ചു പോകണം. വിശുദ്ധി ചക്രനിലയാ രക്തവർണ്ണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രഹരണ വദനൈക സമന്വിത. ഇനി അർത്ഥം നോക്കാം. വിശുദ്ധി ചക്രനിലയാ ആദ്യത്തെ നാമം. വിശുദ്ധി ചക്രം ആകാശതത്വമാണ്. വിശുദ്ധി ചക്രത്തിൽ നിലയനം ചെയ്യുന്നവൾ, വിശുദ്ധി ചക്രം നിലയനമാക്കിയിരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിശുദ്ധി ചക്രത്തിൽ തുടങ്ങി, അതായത് 16 ദളങ്ങളുള്ള താമരയാണ് ഈ വിശുദ്ധി ചക്രത്തിലുള്ളത്. അപ്പോൾ ഓരോ ദളങ്ങളിലും ഓരോ സ്വരാക്ഷരങ്ങളാണ്. ആ മുതൽ അഹ വരെയുള്ള 16 സ്വരാക്ഷരങ്ങളുടെ അധിഷ്ഠാന ദേവതയാണ്. അധിഷ്ഠാന ദേവതകൾ നമ്മുടെ ദേവിയെ, ഈ ഡാകിനി ദേവിയെ സേവിക്കുന്നു. അതായത് വിശുദ്ധി ചക്രത്തിൻ്റെ ദേവിയാണ് ഡാകിനി ദേവി. അപ്പം ഈ 16 സ്വരാക്ഷരങ്ങളുടെ ദേവതമാർ ഈ ഡാകിനി ദേവിയെ സേവിക്കുന്നത് കൊണ്ട് വിശുദ്ധി ചക്രനിലയ എന്ന് ദേവിക്ക് പേര്. വിശുദ്ധി ചക്രം നിലയനമാക്കിയവൾ, അതായത് 16 ദളങ്ങളുള്ള താമരയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ദേവി. അതുകൊണ്ട് അടുത്ത നാമം ആരക്തവർണ്ണ. ആരക്തവർണ്ണം, രക്തവർണ്ണം ചുവന്ന നിറമുള്ളത്. ആരക്തവർണ്ണം ചുവപ്പും വെളുപ്പും കൂടെ കലർന്നത്. നമ്മളിത് മുമ്പ് പഠിച്ചു, പാടലവർണ്ണം എന്നല്ലേ. ആ പാടലവർണ്ണമാണ് ഈ ആരക്തവർണ്ണം. അപ്പോൾ ഇളം ചുവപ്പ് നിറമുള്ളവൾ ദേവിയുടെ കളറിനെയാണ് പറഞ്ഞത്. അടുത്ത നാമം ത്രിലോചന. ലോചനം കണ്ണാണ്. ത്രി എന്ന് പറഞ്ഞാൽ 3 കണ്ണുകളുള്ളവൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും നടുക്കത്തെ കണ്ണ് അഗ്നിയുമാണെന്ന്. അപ്പം ദേവിക്കും മഹാദേവനും 3 കണ്ണുകളാണ്. അപ്പോൾ 3 കണ്ണുകളോടുകൂടിയവൾ മുക്കണ്ണി എന്നർത്ഥം. അടുത്ത നാമം ഖഡ്വാങ്കാദി പ്രഹരണ. ഇവിടെ പ്രഹരണം എന്ന് പറഞ്ഞതുകൊണ്ട് ആയുധങ്ങളല്ലാതെ പ്രഹരിക്കുകയല്ല, ആയുധങ്ങൾ. അപ്പോൾ ഖഡ്വാങ്കം മുതലായ
ആയുധങ്ങളോടുകൂടിയവൾ എന്നർത്ഥം. ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നവൾ. ഖഡ്വാംഗം മുതലായ എന്ന് പറയുമ്പോൾ വേറെയും പലതും കാണും. ഖഡ്ഗം, ത്രിശൂലം, ചർമ്മം, അതൊക്കെ കാണും. ചർമ്മം എന്ന് പറഞ്ഞാൽ പരിച. ഇതൊക്കെ ധരിച്ചിരിക്കുന്നവൾ എന്ന് അർത്ഥം. ഖഡ്വാംഗാദി പ്രഹരണ. ഇനി അടുത്ത നാമം വദനൈക സമന്വിത. വദനം മുഖമാണ്. ഏകം ഒരു മുഖത്തോടു കൂടിയവൾ, ഒരു മുഖം മാത്രമുള്ളവൾ, അല്ലെങ്കിൽ ഒരു മുഖത്തോടു മാത്രം കൂടിയവൾ, ഒരു മുഖമുള്ള ദേവിയാണ് വദനൈക സമന്വിത. വദനഹ ഏക സമന്വിത. സമന്വിത എന്ന് പറഞ്ഞാൽ കൂടിയവൾ. അപ്പം വിശുദ്ധി ചക്ര നിലയ 16 ദളങ്ങളുള്ള താമരയിൽ നിലയനം ആക്കിയവൾ, ആകാശതത്വമായ വിശുദ്ധി ചക്രത്തിൽ നിലയനം ചെയ്യുന്നവൾ എന്നർത്ഥം. ആരക്തവർണ്ണ ഇളം ചുവപ്പ് നിറത്തിലുള്ളവൾ എന്നർത്ഥം. ത്രിലോചന 3 കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. ഖഡ്വാംഗാദി പ്രഹരണ ഖഡ്വാംഗം മുതലായ ആയുധങ്ങളോട് കൂടിയവൾ എന്നർത്ഥം. വദനൈക സമന്വിത ഒരു മുഖത്തോടു കൂടിയവൾ, അതായത് ഒരേ ഒരു മുഖം മാത്രമുള്ളവൾ ദേവി. വദനൈക സമന്വിത. അപ്പോൾ ഈ ശ്ലോകം വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ. വായിക്കുമ്പം രക്തവർണ്ണ എന്ന് വായിക്കണം, പഠിക്കുമ്പോൾ ആരക്തവർണ്ണം. അപ്പോൾ മനസ്സിലെപ്പോഴും ഉണ്ടാകണം അത് ആരക്തവർണ്ണമാണെന്ന്. വായിക്കുമ്പോൾ തനിയെ അത് അവിടെ അണ്ടർസ്റ്റുഡാണ്. വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ ത്രിലോചന ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത. അടുത്ത ശ്ലോകം പായസാന്ന പ്രിയാതൊക്സ്ഥ പശുലോകഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃത ഡാകിനീശ്വരി. ഇതിൽ 5 നാമങ്ങളാണ് അല്ലേ? 5 നാമങ്ങൾ. പായസാന്നപ്രിയ, അന്നം എന്ന് പറഞ്ഞാൽ ചോറ്, പയസ് എന്ന് പറഞ്ഞാൽ പാല്. അപ്പം പാലിൽ വേവിച്ച ചോറ്, പാൽപ്പായസം. പായസാന്നപ്രിയ, പാൽപ്പായസം പ്രിയമായിട്ടുള്ളവൾ എന്നർത്ഥം. ത്വക്സ്ഥ, ത്വക്കെന്ന് പറഞ്ഞാൽ തൊലി, ചർമ്മം എന്നൊക്കെ അർത്ഥം. ത്വക്സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ, ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ത്വക്ക് എന്ന ധാതുവിലാണ് ഈ ദേവി, ഡാകിനി ദേവി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിയെ ത്വക്സ്ഥ എന്ന് പറയുന്നു. അതായത് സ്പർശേന്ദ്രിയത്തിൻ്റെ ദേവതയായി ചർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. 7 ധാതുക്കളിലാണ് എല്ലാ ദേവിമാരും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിൽ ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ത്വക്സ്ഥ. അടുത്ത നാമം പശുലോക ഭയങ്കരി. പശു എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർ, മൂഢന്മാർ, മൃഗങ്ങൾ ഒക്കെ, തത്വജ്ഞാനം ഒന്നും അറിയാത്തവർ, അവരാണ് പശുക്കൾ. അപ്പോൾ ആ പശുലോകത്തിന് ഭയങ്കരിയാണ് ദേവി. അതായത് അജ്ഞരായവർ, അറിവില്ലാത്തവർക്കും മൂഢന്മാർക്കും ഭയങ്കരിയാണ് ദേവി. അതുകൊണ്ട് പശുലോക ഭയങ്കരി എന്ന് ദേവിക്ക് പേര്. അപ്പോൾ വിദ്യാവിഹീനർ എല്ലാവരും പശുക്കളാണ്, അറിവില്ലാത്തവർ, അജ്ഞതയുള്ളവരെല്ലാവരും പശുക്കളാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരിയാണ് ദേവി. അഥവാ വിജ്ഞാനമുള്ളവരോ വിവേകികളായവർക്കോ ദേവി ഭയങ്കരിയൊന്നുമല്ല, നല്ല ശാന്ത ദേവിയാണ്. അതായത് ദേവി മഹാത്മ്യത്തിൽ നമ്മൾ പഠിച്ചു, ദേവിയുടെ ഭക്തന്മാരുടെ വീട്ടിൽ, സുഹൃതികളുടെ വീട്ടിൽ ലക്ഷ്മിയായിട്ടും, സുഹൃതികളല്ലാത്ത ദേവിയെ ഭജിക്കാത്തവരുടെ വീട്ടിൽ ദേവിയെ അലക്ഷ്മിയായിട്ടും സ്ഥിതി ചെയ്യുന്നു എന്ന്. അപ്പം അത് തന്നെയാണ് ഇവിടെ പശുലോക ഭയങ്കരി. മൂഢരായവർ, മൃഗങ്ങൾ, അല്ലെങ്കിൽ വിദ്യാവിഹീനരായവർക്കൊക്കെ ഭയങ്കരിയായിരിക്കുന്നു ദേവി, പശുലോക ഭയങ്കരി. അടുത്ത നാമം അമൃതാദി മഹാശക്തി സമൃദ്ധ. അമൃത മുതലായ മഹാശക്തികളാൽ സമന്വിതയായിരിക്കുന്നവൾ, സമൃദ്ധയായിരിക്കുന്നവൾ, ചുറ്റപ്പെട്ടിരിക്കുന്നവൾ. അമൃത മുതലായ ദേവിമാർ. ആരാ അമൃത മുതൽ? അതായത് 16 അക്ഷരം പറഞ്ഞില്ലേ നമ്മൾ? ആ 16 അക്ഷരത്തിനും ഓരോരോ ദേവിയുണ്ട്, അതിദേവതമാർ. അപ്പോൾ അവരാലെല്ലാം, ഈ 16 അക്ഷരങ്ങൾക്കുള്ള ദേവതമാരാലെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നു, സേവിക്കപ്പെട്ടിരിക്കുന്നു ദേവി. അപ്പം ഈ 16 ദേവിമാരാരൊക്കെയാണ്? ആ മുതൽ അഹ വരെയുള്ള അക്ഷരങ്ങളുടെ ദേവതമാർ. ആ കൊണ്ട് അമൃത,
എന്ന് പറഞ്ഞാൽ ആകർഷിണി, ഈ ഇന്ദിരാണി, ഈ ഈശാനി, ഉ ഉമ, ഊ ഊർധകേശി, രു ഋന്ദിത, റൂ റൂകാര, നു നൂകാര, നൂ നൂകാര, ഏ ഏകവത, ഐ ഐശ്വര്യാത്മിക, ഓ ഓങ്കാര, ഔ ഔഷധി, അംബിക, അഹ അക്ഷര. ഇങ്ങനെ 16 അക്ഷരത്തിന് ഓരോ അതിദേവതമാർ. ഒന്നും കൂടെ പേര് പറയാം, അത്ര അത്യാവശ്യമൊന്നുമില്ല എങ്കിലും ജസ്റ്റ്. ആസെ അമൃത, ആസെ ആകർഷിണി, ഈസെ ഇന്ദിരാണി, ഈസെ ഈശാനി, ഊസെ ഉമ, ഊ ഊർധകൈശിനി, രു ഋന്ദിത, റൂ റൂകാര, നു നുകാര, നൂ നൂകാര, ഏകവത, ഐ ഐശ്വര്യാത്മിക, ഓ ഓങ്കാര, ഔ ഔഷധി, അംബിക, അഹ അക്ഷര. ഇങ്ങനെ 16 ശക്തിമാർ ദേവികൾ, എല്ലാ ദേവിയുടെ വിഭൂതികളാണ്. ഈ ദേവിമാരാലെല്ലാം സേവിക്കപ്പെടുന്നവളായതുകൊണ്ട് ദേവിക്ക് പേര് അമൃതാദി മഹാശക്തി സംവൃത. അമൃത മുതൽ ആ മുതൽ അഹ വരെയുള്ള ശക്തികളാൽ സമൃദ്ധയായിരിക്കുന്നവൾ എന്നർത്ഥം. വിശുദ്ധി ചക്രത്തിലെ അടുത്ത നാമം ഡാകിനീശ്വരിയാണ്. ആ ഡാകിനീശ്വരി, വിശുദ്ധി ചക്രത്തിൽ ഇരിക്കുന്ന ആ ഡാകിനീശ്വരി 7 യോഗിനിമാർ, അതാണ് ഡാകിനി, രാകിണി, ലാകിനി, ഹാകിനി, കാകിനി, സാകിനി, യാഗിനി തുടങ്ങിയവർ. അപ്പോൾ ആ ദേവി, ആ ഡാകിനി ഈശ്വരി എന്ന് പറഞ്ഞാൽ ഡാകിനി മുതലായ ഈശ്വരിമാർ. ഡാകിനി മുതലായ ഈശ്വരിമാർ ആരൊക്കെയാ? 7 യോഗിനികൾ: ഡാകിനി, രാകിണി, ലാകിനി, കാകിനി, സാകിനി, ഹാകിനി, യാഗിനി, 7 പേര്. അവർ എങ്ങനെയുള്ള, ഈ ഡാകിനി ദേവി എങ്ങനെയുള്ളതാണെന്നൊരു ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്. ഗ്രീവാകൂപേ വിശുദ്ധൗ, അതായത് വിശുദ്ധി ചക്രത്തിൽ ഗ്രീവാകൂപേ, ഗ്രീവം കഴുത്തിൻ്റെ നടുക്കൊരു കുഴിയുണ്ട്. കൂപം എന്ന് പറഞ്ഞാൽ കുഴി, കിണർ എന്നൊക്കെ അർത്ഥം, കുളം എന്നൊക്കെ. അപ്പോൾ ഈ വിശുദ്ധി ചക്രത്തിലുള്ള ആ കുഴിയിൽ സ്ഥിതി ചെയ്യുന്നവളും, നൃപദള കമലേ, 16 ദളങ്ങളുള്ള കമലം, താമരയിൽ ഉള്ളവളും, ശ്വേതരക്താം, നമ്മൾ പറഞ്ഞു പാടലവർണ്ണമില്ലേ, വെളുപ്പും ചുവപ്പും കലർന്ന രക്തം ശ്വേതരക്താം, ത്രിനേത്രാം, 3 കണ്ണുകളുള്ളവളും, പിന്നെ ഹസ്തൈ ഖഡ്വാംഗ ഖഡ്ഗം, ഖഡ്വാംഗം തുടങ്ങിയവ കയ്യിൽ പിടിച്ചിരിക്കുന്നവളും, ത്രിശിഖം ത്രിശിഖവുമുണ്ട് കയ്യിൽ, മഹാചർമ്മ സന്ധാരയന്തി, ചർമ്മം വാളും പരിചയൊക്കെ പിടിച്ചിട്ടുണ്ട് കയ്യിൽ, വക്ത്രേണൈകേന യുക്ത, ഒരു വക്രമുഖമാണ്, അപ്പോൾ ഒരു മുഖം മാത്രമുള്ളവളും, പിന്നെ പശുജനഭയതാം, പശുക്കളായവർക്ക് ഭയമുളവാക്കുന്നവളും, പായസാന്നപ്രിയ, പായസാന്ന ആസക്ത, പായസാന്നത്തിൽ ആസക്തിയുള്ളവളും, പിന്നെ ത്വക്സ്താം, ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവളും, വന്ദേ അമൃതാബ്ദൈ പരിവൃത, അമൃത മുതലായ ദേവിമാരാൽ പരിവൃതയായിരിക്കുന്നതുമായ വപുഷം ശരീരം, ആ ദേവി ഡാകിനിയും വന്ദേ, അങ്ങനെയുള്ള ഡാകിനി ദേവിയെ വന്ദിക്കുന്നു എന്ന് ആ ശ്ലോകം കൊണ്ട്. അപ്പോൾ ആ ഡാകിനി ദേവിയെ വിവരിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഡാകിനീശ്വരി, 7 യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവൾ അർത്ഥം. പായസാന്നപ്രിയാതോസ്ഥ പശുലോകഭയങ്കരി, അമൃതാദി മഹാശക്തി സംവൃത ഡാകിനീശ്വരി. അടുത്ത ശ്ലോകം അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിതര രുധിരസംസ്ഥിത. ഇവിടെ
6 നാമങ്ങളുണ്ട്. അനാഹതാബ്ജ നിലയ, അനാഹതം എന്ന അബ്ജം താമരയിൽ നിലയനം ചെയ്തിരിക്കുന്നവൾ. ശ്യാമാഭ, ശ്യാമം കറുപ്പാണ്, കറുത്ത വർണ്ണത്തോടു കൂടിയവൾ. വദനദ്വയ, വദനം മുഖമാണ്, ദ്വയ രണ്ടാണ്, 2 മുഖങ്ങളോടു കൂടിയവൾ. ദംഷ്ട്രോജ്വല, ഉജ്ജ്വലങ്ങളായ ദംഷ്ട്രകളോടു കൂടിയവൾ. അക്ഷമാലാദിധര, അക്ഷമാല മുതലായവ ധരിച്ചിരിക്കുന്നവൾ. രുധിര സംസ്ഥിത, രുധിരം രക്തമാണ്, രക്തം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം അനാഹതാബ്ജ നിലയ, വായുതത്വമായ അനാഹതത്തിൽ അനാഹതം എന്ന താമര നിലയനമാക്കിയവൾ, അനാഹത ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. 12 ദളങ്ങളുള്ള പത്മത്തിൽ സുഷുപ്നയിൽ ഹൃദയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ദേവിക്ക് അനാഹതാബ്ജ നിലയ എന്ന് പേര്. ശ്യാമാഭ, കറുത്ത വർണ്ണമുള്ളവൾ എന്നർത്ഥം. വദനദ്വയ, 2 മുഖത്തോടു കൂടിയവൾ. ദംഷ്ട്രോജ്വല, ഉജ്ജ്വലങ്ങളായ ജ്വലിക്കുന്ന 2 ദംഷ്ട്രകളുള്ളവൾ, വെളുത്ത 2 കോമ്പല്ലുകൾ ഉള്ളവൾ. അപ്പോൾ കാളീഭാവമാണ്. അക്ഷമാലാദിധര, അക്ഷമാല, ശൂലം, കപാലം, ഡമരു മുതലായവ കയ്യിൽ ധരിച്ചിരിക്കുന്ന മാല. ആദിധര എന്ന് പറഞ്ഞാൽ മുതലായവ. അപ്പം അക്ഷമാല, ശൂലം, കപാലം, ഡമരു എന്നൊക്കെ എടുക്കണം. അതൊക്കെ ധരിച്ചിരിക്കും, കാളി രൂപമല്ലേ ധരിച്ചിരിക്കുന്നവൾ. ഇഷ്ടമുള്ളതോ ഏതിലാ സ്ഥിതി ചെയ്യുന്നേ? ധാതു രുധിര സംസ്ഥിത, രക്തമെന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം അനാഹതാബ്ജ നിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര രുധിര സംസ്ഥിത. ഇനി മുഴുവനും ഒന്നും കൂടി വായിക്കാം. സുമുഖീ നളിനീ സുഭ്രൂഹോ ശോഭനാസുരനായിക കാളകണ്ഠീ കാന്തിമതി ക്ഷോഭിണീ സൂക്ഷ്മരൂപിണീ വജ്രേശ്വരീ വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരീ സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയാ രക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രഹരണ വദനൈകസമന്വിത പായസാന്നപ്രിയാ ത്വക്സ്ഥാ പശുലോകഭയങ്കരീ അമൃതാദിമഹാശക്തിസംവൃത ഡാകിനീശ്വരീ അനാഹതാബ്ജനിലയാ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര. അതൊന്നിച്ച് പറയണം. ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര 2 നാമങ്ങളാണ്. പഠിക്കുമ്പോൾ 2ആയി പഠിക്കുക, വായിക്കുമ്പോൾ 1ആയി വായിക്കുക. ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര രുധിര സംസ്ഥിത. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഹരി ഓം നാരായണ. അമ്മേ നാരായണ. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അമ്മേ കാത്ത് അപര